ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രസതന്ത്ര അഥവാ കെമിസ്ട്രിയിലെ ലോഹ നിർമ്മാണം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണം എന്നീ അധ്യായങ്ങളിൽ നിന്നുള്ള കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF-ന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. bibimohan.com എന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ബ്ലോഗിലാണ് അതിന്റെ നോട്ട്സ് ഒക്കെ ലഭിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് AAADC എന്ന എന്റെ ചാനൽ വ്യൂ ചെയ്യാവുന്നതാണ്. www.notebookofeprofessor.blogspot.com നിങ്ങൾക്ക് അതിന്റെ നോട്ട്സും ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോപ്പറിന്റെ ഏത് ഗുണമാണ് വൈദ്യുത കമ്പികളിൽ പ്രയോജനപ്പെടുത്തുന്നത്? കോപ്പറിന്റെ ഏത് ഗുണമാണ് വൈദ്യുത കമ്പികളിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഏതാണ്? വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതാണ് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ്, വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ്. ഓക്കെ, അടുത്ത ചോദ്യം, അലൂമിനിയത്തിന്റെ എന്ത് ഗുണമാണ് പാചകപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്? അലൂമിനിയത്തിന്റെ ഏത് ഗുണമാണ്? താപചാലകത എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് കണ്ടക്ഷൻ ആണ്. അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ടാണ് അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പാചകപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അടുത്തത്, പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങൾക്കും അവയുടെ സംയുക്തങ്ങൾക്കും പറയുന്ന പേരെന്ത്? പ്രകൃതിദത്തമായതും അതുപോലെ ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങൾക്കും അവയുടെ സംയുക്തങ്ങൾക്കും പറയുന്ന പേരെന്താണ്? ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്നാണ് പറഞ്ഞത്. ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ്. എളുപ്പത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന ധാതു, എളുപ്പത്തിലും അതുപോലെ തന്നെ ലാഭകരമായിട്ടും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ധാതു ഏതാണ്? അയിര എന്ന് പറയുന്ന. അപ്പോൾ എല്ലാ ധാതുക്കളുടെയും ഇപ്പോൾ എല്ലാ ലോഹങ്ങളെയും ഇപ്പോൾ നിർമ്മിക്കുന്നതിനെങ്കിൽ അതിന് എന്ത് വേണം? അതിന്റെ അയിര് വേണം. അയിരെന്ന് വെച്ചാൽ ആ ഒരു ലോഹം ഏറ്റവും കൂടുതൽ എളുപ്പത്തിലും ഏറ്റവും ലാഭകരമായിട്ടും അതിൽ നിന്നായിരിക്കും വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ്. ഇനി കുപ്രൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ അയിരാണ്? കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ അയിരാണ്. അടുത്ത, സിങ്കിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡ്, കലാമിൻ എന്നിവയൊക്കെയാണ് സിങ്കിന്റെ അയിരുകൾ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ അയിരാണ്. സിങ്കിന്റെ അയിരുകൾ എന്തെല്ലാമാണ്? സിങ്ക് ബ്ലെൻഡ്, കലാമിൻ എന്നിവയാണ്. പിന്നെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. അതായത് ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഒക്കെ. അടുത്തത്, അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന പ്രക്രിയയ്ക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന ആ പ്രക്രിയയ്ക്ക് മൊത്തത്തിൽ പറയുന്ന പേര് മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം. അടുത്തത്, ലോഹ നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി ഏത്? നിരോക്സീകാരി അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണ്? വൈദ്യുതിയാണ്. ലോഹ നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി. അടുത്തത്, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരെന്താ? അപ്പൊ ഈ അയിരൊക്കെ ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതാണ്, ഖനനം ചെയ്തെടുക്കുന്നതാണ്. സോ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന എന്താണ്? ഗ്യാങ് എന്ന് പറയും. ഓക്കെ, ഗ്യാങ്. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പിന് പറയുന്ന പേരെന്ത്?
റോട്ട് അയൺ എന്നാണ് ശുദ്ധമായ പച്ചിരുമ്പിന് പറയുന്ന പേര്. താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പിന് പറയുന്ന പേര് റോട്ട് അയൺ എന്നാണ്. ഓക്കെ, പച്ചിരുമ്പ് റോട്ട് അയൺ. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്രോം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്രോം എന്നിവയിലൊക്കെ ഏതാണ്? അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ എന്നിവയാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. അയൺ, നിക്കൽ, ക്രോമിയം, കാർബൺ. അടുത്തത് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ്? നിക്രോം ആണ്. ഓക്കെ, അതിന് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുതലാണ്. അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന താപം, ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹ സങ്കരമാണ് അൽനിക്കോ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അതാണ് അൽനിക്കോ. 5 കാർബൺ ആറ്റങ്ങളുള്ള ഹൈഡ്രോ കാർബൺ ഏത്? 5 കാർബൺ ആറ്റങ്ങളുള്ള ഹൈഡ്രോ കാർബൺ ആണ് പെന്റൈൻ എന്ന് പറയുന്നത്. പെന്റൈൻ എന്നാട്ടോ അത് എഴുതിയേക്കുന്നത്. IUPACയുടെ പൂർണ്ണ രൂപം എന്താ? IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അതാണ് പൂർണ്ണരൂപം. ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്ന ആറ്റങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും പറയുന്ന പേരെന്ത്? ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്ന ആറ്റങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും, അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഓർഗാനിക് സംയുക്തത്തിന് ഒരു പ്രത്യേക സ്വഭാവം കിട്ടണമെങ്കിൽ ഓരോ തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാവുന്നത്. ഇനി കാർബൺ ചെയിനിൽ OH എന്നാണ് കേട്ടോ അത്. കാർബൺ ചെയിനിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണ്? OH വരുന്നത് ഏതാണെന്നറിയോ? ആൽക്കഹോളുകളാണ്. ആൽക്കഹോളുകൾ. ഒരേ തന്മാത്രാ വാക്യമുണ്ടെങ്കിലും രാസഭൗതിക ഗുണങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഒരേ തന്മാത്രാ വാക്യമാണെങ്കിലും രാസഭൗതിക ഗുണങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേര് ഐസോമറുകൾ. കേരളത്തിന്റെ ധാതു സമ്പത്തിനെ പറ്റി പറയാം. എന്താണ്? കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇൽമനൈറ്റ്, മോണസൈറ്റ്, അതുപോലെ സിർക്കോൺ, സിൽമനൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമായി കാണപ്പെടുന്നു. ഈ ധാതുക്കളിൽ നിന്നാണ് ടൈറ്റാനിയം സ്പോഞ്ച് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതെവിടെയാണ്? രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കൊല്ലത്ത് ചവറയിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. രസതന്ത്ര അപ്പൊ ഈ IUPACയുടെ കാര്യം ആദ്യം പറഞ്ഞു അല്ലെ. IUPAC എന്താണെന്ന് കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രസതന്ത്ര രംഗത്തെ വികസനവും മുന്നേറ്റവും ലക്ഷ്യമിട്ട് 1919 രൂപം കൊണ്ട സംഘടനയാണിത്. അക്കാദമിക വ്യാവസായിക രംഗങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന വിധം രസതന്ത്രജ്ഞരെ പ്രാപ്തമാക്കുന്നതിൽ ഈ IUPAC ശ്രദ്ധിക്കുന്നു. അതുപോലെ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്, അതാണ് ഒരാസ്ഥാനം, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്. അതുപോലെ അമേരിക്കയിലെ ചിക്കാഗോയുമാണ് ആസ്ഥാന കേന്ദ്രങ്ങൾ. എന്നാൽ IUPAC സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എവിടെയാണ്? നോർത്ത് കരോലിനയിലാണ്. അപ്പൊ ആസ്ഥാന കേന്ദ്രങ്ങൾ, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലും അമേരിക്കയിലെ ചിക്കാഗോയിലുമാണ്. എന്നാൽ IUPAC സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എവിടെയാണ്? നോർത്ത് കരോലിനയിലാണ്. ഓക്കെ. നാമകരണം, ശാസ്ത്രമേഖലകളിലെ നിലവാരമുയർത്തൽ, ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയവയൊക്കെ ഈ IUPAC ആണ് ചെയ്തു വരുന്നത്. ഓക്കെ, നാമകരണം എന്ന് വെച്ചാൽ ഓരോരോ കോമ്പൗണ്ട്സ്, ഓരോരോ ഓരോ സബ്സ്റ്റൻസ്, കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഒക്കെ നാമകരണം നടത്തുന്ന, സയന്റിഫിക് നെയിം കൊടുക്കുന്നത് IUPAC ആണ്. അതുപോലെ ശാസ്ത്രമേഖലയിൽ നിലവാരമുയർത്തൽ, ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയവയൊക്കെ IUPAC ആണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ PDF ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. അതുപോലെ ബാക്കി ഈ ഒരു ചാനലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർ ആദ്യം പറഞ്ഞതുപോലെ EEE മെഡിസി എന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ www.nottobookof, ആ ബുക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക.
blogspot.com ആ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അങ്ങനെ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ അതിൻ്റെയൊക്കെ നോട്ട്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.